Hello, my dear friends. Welcome to my YouTube channel Prahari's Care. So, in the Middle East, US Israel against Iran, the war is going on. Although there is a small patch of 2 weeks ceasefire imposed there, but to some extent, attacks are still ongoing. There is severe instability driven primarily by the ongoing 2026 Iran war, which includes US blockades of Iranian ports and Israeli strikes against Hezbollah. മെയിനായിട്ട് യു എസ് ഹോർമുസിനാണെങ്കിൽ ഇറാനിയൻ പോർട്സിനൊരു ബ്ലോക്കേഡ് വെച്ചിട്ടുണ്ട്. ബട്ട് വൺ ഷിപ്പ് ഹാസ് ഓൾറെഡി പാസ്ഡ് ത്രൂ ദി ബ്ലോക്കേഡ് ആൻഡ് ഇസ്രായേൽ still striking, making air attacks to Hezbollah in Lebanon. So things are not so improved, but it has improved considerably. Other critical conflicts include the prolonged Gaza war and regional humanitarian crisis with over 10 million people displaced across Syria, Yemen, ഗാസ ആൻഡ് ലെബണൻ. ഈ കൺട്രിയിലേക്ക് ഒരുപാട് ആളുകൾ ഛിന്ന ഭിന്നമായിരിക്കുകയാണ്, മൈഗ്രേറ്റ് ആയിരിക്കുകയാണ്, പലരും പലയിടത്തും പലായനം ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി അവരെല്ലാം ജീവിച്ച ഗ്രാമങ്ങൾ, വീടുകൾ ഒന്നും അവർക്ക് ഇന്ന് സ്വന്തമല്ല, എല്ലാം അന്യമായി ആരുടെയോ സ്ഥലത്ത് പോയിട്ട് ജീവിക്കേണ്ട, പലായനം ചെയ്ത് എവിടെയോ പോയി എങ്ങനെയോ ജീവിക്കേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക്, അങ്ങനെ ഒരു ചുറ്റുപാടുകളിലേക്ക് അവരെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു കഷ്ടമുള്ള ജീവിതം നോക്കി. ജസ്റ്റ് എ ക്രൂവൽ ജസ്റ്റിസ് ഫോർ ദി ഹ്യൂമൻ മാൻ കൈൻഡ്. വാർ, അതായത് യുദ്ധം, ഒന്നിനും പരിഹാരമല്ല. നോട്ട് അറ്റ് ഓൾ എ റീസൺ, ബട്ട് മെനി കൺട്രീസ് ആർ കമ്പൽഡ് ടു മേക്ക് വാർ. നമ്മുടെയൊക്കെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര നമ്മൾ പീസ്ഫുൾ ഇതിൽ പോയാലും അവരെന്തെങ്കിലും ഒരു മിസ്ചീവ്സ് ചെയ്യും. അതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ, ഒരു നല്ലൊരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1-2 വർഷത്തിന് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കോളൂ. അവർ ഇടയ്ക്കൊരടി ആവശ്യമാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് സച്ച് എ വാർ. നോ, ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ സിവിലൈസേഷൻ തുടച്ചു നീക്കുകയാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രദേശത്ത് അങ്ങനെ ഒരു സിവിലൈസേഷൻ ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള അറ്റാക്കാണ് ഉദ്ദേശിക്കുന്നത്. ആര്? ഡൊണാൾഡ് ട്രംപ്, പ്രസിഡന്റ് ഓഫ് USA. അത് കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളതാണ്. ദേ ഹാവ് ബീൻ അറ്റാക്കിംഗ് ബൈ ദി പ്രോക്സീസ് ഓഫ് ഇറാൻ, whether it is Hamas, whether it is Hezbollah or Houthis, these people have been attacking Israel for a long time. ഇസ്രായേൽ അതിൻ്റെ ഒരു പ്രതികാരം വീട്ടുകയാണെന്ന് നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് ദെയർ ഈസ് സം ജസ്റ്റിഫിക്കേഷൻ ദെയർ. ബട്ട് US, there is nothing here. You are coming to any place and invading the place. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ തോറ്റ് മടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി തോറ്റിരിക്കുകയാണ്. പക്ഷേ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു സീസ് ഫയർ ഇമ്പോസ് ചെയ്യുകയാണ്. സെൽഫ് സ്റ്റൈൽഡ് സീസ് ഫയർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ബിക്കോസ് ഇറാൻ അവരുടെ കാര്യങ്ങളൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല, ഒന്നിനും അവർ സമ്മതം മൂടിയിട്ടില്ല. ഇസ്ലാമാബാദ് സെറീന ഹോട്ടലിൽ വെച്ച് ചർച്ച നടന്നു. ബട്ട് 2 days ചർച്ചയിൽ ഒന്നും നടന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഹാഫ് ഹെഡഡ്ലി ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇറാനും കഷ്ടമാണ്. ഇറാൻ ഒരുപാട് അറ്റാക്ക് നടത്തി, ഒരുപാട് ആളുകൾ മരിച്ചു, ലീഡേഴ്സ് എല്ലാം പോയി. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുന്നത്, ബാക്ക് ടു വാർഡ് സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്നാലും ഒന്നിനും ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇത് തന്നെ, ഇറാൻ US കോൺഫ്ലിക്റ്റ് 2026. ദി US ഹാസ് ഇനിഷ്യേറ്റഡ് എ ബ്ലോക്കേഡ് ഓഫ് ഇറാനിയൻ പോർട്സ് വിത്ത് ത്രെറ്റ്സ് ടു ടാർഗറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോളോയിങ് ദി കൊളാപ്സ് ഓഫ് ടോക്ക് ഫെയിലായതിനു ശേഷം അറ്റാക്കിനുള്ള പരിപാടി. ഇറാൻ ഹാസ് ത്രെറ്റൻഡ് ടു ബ്ലോക്ക് മെരിടൈം ട്രാഫിക് ഇൻ ദി റെഡ് സീ ആൻഡ് ഗൾഫ്. ഇപ്പോൾ ഈ ഹോർമുസ് സ്ട്രെയ്റ്റിൽ അല്ലാതെ റെഡ് സീയിലും ഗൾഫിലും
ബ്ലോക്കേഡ് ഉണ്ടാക്കുന്ന ഇറാൻ ഫർദർ ഒരു ഭീഷണി കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നടക്കും. ഇതൊന്നും പെട്ടെന്ന് തീരുന്നൊരു കേസ് കെട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇസ്രായേൽ ഹെസ്ബുള്ള ലെബനോൺ കോൺഫ്ലിക്റ്റ്, അത് മറ്റൊരു കോൺഫ്ലിക്റ്റാണ്. ഇസ്രായേൽ ഹെസ്ബുള്ള അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇസ്രായേൽ ഇങ്ങനെ എയർ സ്ട്രൈക്ക് ചെയ്യും, ഹെസ്ബുള്ളയെ പിൻ പോയിൻറ്റ് ടാർഗറ്റ്സിലെ അറ്റാക്ക് ചെയ്യും. നമ്മൾ നേരത്തെ ഒരുപാട് സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ അത് കണ്ടിട്ടുള്ളതാണ്. ദെൻ അഗൈൻ ഇസ്രായേലി ഗാസ വാർ. ഇസ്രായേൽ എല്ലാത്തിലും ഒരു കോമൺ റഷ്യോ ആണ് എല്ലാവരും. ഇസ്രായേലി ഗാസ വാർ. ദി കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ഫോൾ ഔട്ട്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്. അവിടെ ആക്ച്വലി കാരണം എതിർക്കാനൊന്നും ആരുമില്ല, എന്നാലും ചെറുതായ ഒരു ആൾക്കൂട്ടം കാണുമ്പോഴത്തേക്കും ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനകത്ത് കുറേ സ്ത്രീകൾ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞത് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വന്നിരിക്കുകയാണ് ഗാസയിൽ. ഓക്കെ, യമനിൽ എന്താണ്? ഹൂത്തി മൂവ്മെൻ്റാണ്, ഹൂത്തി ഇൻവോൾവ്മെൻറ്റ്സ് ആണ്. ഹൂത്തി എന്ന് പറഞ്ഞൊരു വിഭാഗം അബ്സല്യൂട്ട് മിസ്ക്രിയൻസ് ആണ്, ടെററിസ്റ്റ് ടൈപ്പ് പീപ്പിളാണ്, ഫുള്ളി വെൽ ആംഡ് ആണ്. ഹൂത്തി ഫോഴ്സസ് കണ്ടിന്യൂ ടു പോസ് ത്രെറ്റ്സ് ഇൻ ദി റെഡ് സീയിലാണ് അവരുടെ ഒരു കളി. റെഡ് സീയിൽ നല്ല ബാക്കപ്പ് ഇല്ലാതെ പോകുന്ന ഷിപ്പുകളെയൊക്കെ അവർ ആക്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ നേവിയൊക്കെയാണ് നമ്മളുടെ കപ്പലുകളെയൊക്കെ അവിടെ അക്കമ്പനി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ലാതെ ത്രെറ്റ് ഉണ്ടാവാറില്ല. ത്രെറ്റ് അവർ നടത്തി കഴിഞ്ഞാൽ അവരെ മുച്ചൂടും മൂടിക്കുമെന്ന് അവർക്കറിയാം. സോ ബ്രോഡ്ലി റീജിയണൽ ടെൻഷൻസ് ആണ് അവിടെ, കൂടുതൽ റീജിയണൽ ടെൻഷൻസ് ആണ് ഹൂത്തി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു പ്രോക്സിയാണ്. എന്ത് വേണമെങ്കിലും ഇറാന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ടീമാണത്. സിറിയ ആൻഡ് റീജിയണൽ സ്റ്റെബിലിറ്റി. സിറിയയിൽ കുറച്ചൊരു സ്റ്റേബിൾ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അവിടുത്തെ പണ്ടത്തെ ഒരു ടെററിസ്റ്റായിരുന്ന ആളെ പിടിച്ചിട്ട് അമേരിക്ക അവിടുത്തെ സിറിയയുടെ ഗവൺമെൻറ് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിറിയ റിമെയിൻസ് എ മേജർ കോൺഫ്ലിക്റ്റ് സോൺ വിത്ത് ഓൺഗോയിങ് വയലൻസ് ആൻഡ് ഡീപ്പ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്. അവിടെയും ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട്. അവരുടെ മനുഷ്യജീവന് വളരെ ആപത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെയൊന്നും ആരും പോകാറില്ല. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിറിയയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പേർഷ്യൻ കൺട്രി പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആളുകൾ പോയിരുന്നു. ബട്ട് നോട്ട് നൗ. ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇമ്പാക്റ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ്. മില്യൺസ് ആർ ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് ഹിയർ ആൻഡ് ദെയർ. നോട്ടബിളി അതിൻ്റെ ഒരു പറയുകയാണ്, സിറിയയിൽ 6 മില്യൺ പീപ്പിളാണ് സിറിയയിൽ നിന്ന് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. യമനിൽ 5.2 മില്യൺ ആൻഡ് ഗാസ ഓഫ് കോഴ്സ് 1.9 മില്യൺ പീപ്പിൾ ഡിസ്പ്ലേസ് ആയിരിക്കുകയാണ്. റീജിയണൽ ഇമ്പാക്റ്റ്. ലെബനൺ ആൻഡ് ഇറാൻ ഫേസ് സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ക്രൈസിസ് ഡ്യൂ ടു എയർ സ്ട്രൈക്സ്. ഇതൊരു പുതിയ കാര്യമാണ് അവിടെ വന്നത്. ഈ കണ്ടിന്യൂസ് എയർ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിലാണെങ്കിലും ലെബനണിലാണെങ്കിലും. അപ്പോൾ ഈ എയർ സ്ട്രൈക്ക് കാരണം ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ മരിച്ചിരിക്കുകയാണ്. ശ്വാസം കിട്ടാതെയും ഈ ഹെൽത്ത് ശ്വാസകോശ പ്രോബ്ലമുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അല്ലാതെങ്കിലും ആളുകൾക്ക് വിട്ടുമാറാനാവാത്ത ജലദോഷം, മൈഗ്രെയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോട്ടീസ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കുകയാണ് അവിടെ. ആ റീജിയണൽ ഇമ്പാക്റ്റ് വാറിൻ്റെയാണത്. ഡിപ്ലോമാറ്റിക് ഷിഫ്റ്റ്സ്. സെവറൽ കൺട്രീസ് ഹാവ് റീകോൾഡ് അംബാസഡേഴ്സ് ഫ്രം ഇസ്രായേൽ ആൻഡ് സിവിയേർഡ് ടൈസ്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് കൺട്രീസ് വിച്ഛേദിച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ അംബാസഡേഴ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കൽ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റിലെ ഒരിത്. ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷ വർത്തമാനം എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഉൾപ്പുളകം ആണെന്ന് പറയാം. 1-2 നല്ല ന്യൂസ് ഉണ്ട്, പറയാം. ഓക്കെ, വൺ ബിഗ് ന്യൂസ് കമ്മിങ് ഓൾ ദി വേ ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ഒരു ന്യൂസാണ് പറയുന്നത്. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കൊയ്ലെ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി നെക്സ്റ്റ് ചീഫ് ഓഫ് ആർമി ഇൻ ഓസ്ട്രേലിയ. ആദ്യമായിട്ട് ഒരു വനിതയെ ചീഫ് ഓഫ് ആർമിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. മേക്കിംഗ് ഹെർ ദി ഫസ്റ്റ് വുമൺ ടു ലീഡ് എനി ബ്രാഞ്ച് ഓഫ് ദി ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സസ്. ADF എന്നാണ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. ADF ആദ്യമായിട്ടൊരു വനിതയാണ് ഈ ടോപ്പ് പോസ്റ്റിലേക്ക് വരുന്നത്. ഷി വിൽ അസ്യൂം ദി റോൾ ഇൻ ജൂലൈ 2026.
പ്രസൻറ്റ് ഇൻകംബൻറ്റ് അദ്ദേഹം ഒരു പേര് ഡിസ്മണ്ടോ അങ്ങനെ എന്തോ ഒരു പേരാണ്. എനിവേ ലെറ്റ് സി, ഞാൻ ഫോട്ടോ ഇടാൻ അയാളുടെ. അയാൾ ജൂലൈയിലാണ് വിരമിക്കുന്നത്. ജൂലൈയിൽ അപ്പോൾ ഷി വിൽ അസ്യൂം ദി ചാർജ്. ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ഇൻ 125 years മിലിറ്ററി ഹിസ്റ്ററി ഓഫ് ഓസ്ട്രേലിയ. വളരെ നല്ല ഒരു വനിത ഏറ്റവും ടോപ്പ് പോസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ ക്വൈലെ. വെരി ഗുഡ്, ഓൾ ദി കൺഗ്രാജുലേഷൻസ് ഫോർ ഹെർ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് കാശ്മീരിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ന്യൂസ്, ഒരു കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്കിലും അത് ന്യൂസ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതായത് കാശ്മീരിലെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഒമർ അബ്ദുള്ള. ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ, ഷെയ്ഖ് അബ്ദുള്ളയുടെ കൊച്ചുമകൻ. അതായത് ഒമർ അബ്ദുള്ളയാണ്, NC ആണ് അവരുടെ പാർട്ടി, നാഷണൽ കോൺഫറൻസ്. അദ്ദേഹം ഒരു ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻ, ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് ഒരുപാട് കുടിൽ വ്യവസായം പോലെ നടക്കുന്ന സ്ഥലമാണ് കാശ്മീരിൽ. അവിടെ നിന്ന് ഈ ഷോള്, കാർപ്പറ്റ്സ് ഇതൊക്കെ നമ്മളൊക്കെ പർച്ചേസ് ചെയ്ത് വരാറുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടിലിട്ടിരിക്കുന്ന ഒരു കാർപ്പറ്റ് ഇറ്റ് ഈസ് ഫ്രം കാശ്മീർ. അപ്പോൾ അങ്ങനെയൊക്കെ ഹാൻഡ്ലൂമിൻ്റെയും ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ. അതിൻ്റെ ഒരു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് ഈ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള. ബട്ട് അദ്ദേഹം റിബൺ കട്ട് ചെയ്തിട്ടായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ റിബൺ കട്ട് ചെയ്യുമ്പോൾ റിബൺ നോക്കിയപ്പോൾ അത് ഒരു ട്രൈ കളറിലാണ്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കളറിലാണ് ആ റിബൺ. ആ റിബണിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നോ 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 നോ, അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേശീയ പതാക, ഇന്ത്യൻ ഫ്ലാഗ് ഓർമ്മ വരികയും ഇത് കട്ട് ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് അയാൾ 2 സ്ഥലത്തുനിന്നും ഇത് ആ റിബൺ തന്നെ റിമൂവ് ചെയ്തിട്ട് അയാൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആ ഒരു ജസ്റ്റ് പെട്ടെന്ന് ആ ദേശീയത, നാഷണാലിറ്റി, ആ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യാനുള്ളൊരു തോന്നൽ അതിൽ വന്ന് എ ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ ഒമർ അബ്ദുള്ള. വെരി നൈസ്. സോ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് യാതൊരു രക്ഷയില്ല. പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഇസ് എ അബ്സല്യൂട്ട് ഹെഡേക്ക്. അയാൾക്ക് ഈ പ്രായം കൂടി വരുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടോ, ഒരു 10 വയസ്സ് കുറവ് ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഒരു 10 ഒരു 35 വയസ്സുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് എക്സിൽ. ആ ഫോട്ടോ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെക്കൊണ്ട് യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നിട്ട് അതിനകത്ത് അയാൾ എഴുതിയിരിക്കുകയാണ്, അത് ഞാൻ വേർഡ്സ് ഫുൾ വായിക്കാം, അതിനകത്ത് പറഞ്ഞു പോകാനൊന്നുമില്ല, ജസ്റ്റ് വായിക്കാം. ഐ വാസ് നെവർ എ വെരി റിലീജിയസ് മാൻ. ഞാനൊരിക്കലും ഒരു ദൈവത്തിനെയൊന്നും ഇതുവാക്കുന്നു, അതുപോലെ റിലീജിയസ് മതത്തിലൊന്നും വലിയ വിശ്വാസമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. ബട്ട് ഡസൻറ്റ് ഇറ്റ് സീം വിത്ത് ഓൾ ദീസ് സറ്റാനിക്, demonic, child sacrificing monsters being exposed. പക്ഷേ ഞാൻ ഇവിടെയുള്ള ചെകുത്താന്മാരെയും രാക്ഷസന്മാരെ പോലെയുള്ളവരെയും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നവരെയും ഇവരെല്ലാം ഞാൻ തകർത്ത് കളയുന്നില്ലേ? ഈ ഇറാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് തോന്നുന്നു. അങ്ങനെയുള്ളവരുടെ മോൺസ്റ്റേഴ്സിനെ, അതിരാക്ഷസന്മാരെല്ലാം ഞാൻ എല്ലാവരെയും എക്സ്പോസ് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഗോഡ് മൈറ്റ് ബി പ്ലേയിങ് ഹിസ് ട്രംപ് കാർഡ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ട്രംപ് കാർഡ് എടുത്ത് കളിക്കുകയായിരുന്നു. ട്രംപ് കാർഡ് എന്ന് പറഞ്ഞാൽ അവനാണ് ട്രംപ് കാർഡ്, ഡൊണാൾഡ് ട്രംപ്. എന്തോ ഒരു തള്ളാണ് ഇവർ, യാതൊരു രക്ഷയില്ല. സോ എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ട്രംപിൻ്റെ തള്ളിൻ്റെ പുറകെ പോകണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.